നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ യുദ്ധ സാഹചര്യം ഇപ്പോൾ പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയന്ത്രണത്തിലാണെന്ന് തോന്നിച്ചിരുന്ന സംഘർഷം ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൈവിട്ടു പോകുന്നുവെന്ന സൂചനകളാണ് ശക്തമാകുന്നത്. പ്രത്യേകിച്ച് ഇസ്രയേൽ എടുത്ത പുതിയ യുദ്ധസന്നാഹങ്ങൾ അമേരിക്കയുടെ രാഷ്ട്രീയ നിലപാടിനേക്കാൾ കടുത്ത വഴിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിന്റെ തെളിവായി മാറുകയാണ്. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നതിനിടയിലും വെല്ലുവിളിയുമായി ഇസ്രയേൽ രംഗത്തെത്തിയിരുന്നു. ഇറാനുമായി നേരിട്ടുള്ള യുദ്ധത്തിന് തങ്ങൾ സജ്ജമാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പച്ചക്കൊടി ലഭിച്ചാൽ ഉടൻ ആക്രമണം ആരംഭിക്കുമെന്നുമാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കിയത്. ഇറാനിലെ സുപ്രധാന ലക്ഷ്യസ്ഥാനങ്ങൾ ഇതിനോടകം അടയാളപ്പെടുത്തി കഴിഞ്ഞുവെന്നും അടുത്ത ഘട്ടത്തിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ പരമോന്നത നേതാവ് സ്ഥാനം അലങ്കരിക്കുന്ന ഖമേനി പരമ്പരയ്ക്ക് അന്ത്യം കുറിക്കുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി വെല്ലുവിളിച്ചു. ഇതോടെ മേഖലയിൽ സംഘർഷം വീണ്ടും രൂക്ഷമാകുന്ന സൂചനയാണ് ഇസ്രയേൽ നൽകുന്നത്. ഇറാന്റെ താൽപര്യങ്ങളും അവകാശങ്ങളും പൂർണ്ണമായി അംഗീകരിച്ചാൽ മാത്രമേ അമേരിക്കയുമായുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകൂ എന്ന് ഇറാന്റെ നിലപാട് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിഫാവാണ് ഇന്നലെ വ്യക്തമാക്കിയത്. അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം നീക്കാതെ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉപാധികൾ അംഗീകരിക്കാത്ത പക്ഷം നിലവിലെ വെടിനിർത്തൽ നീക്കങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന ഇറാന്റെ നിലപാട് സ്പീക്കർ അറിയിച്ചതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. പാകിസ്ഥാനിൽ തുടങ്ങാനിരുന്ന അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകളും കൂടുതൽ പിന്നെയും അനിശ്ചിതത്വത്തിലായിട്ടുണ്ട്. പാകിസ്ഥാനിലെ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടും അമേരിക്ക വെടിനിർത്തൽ നീട്ടിയത് തങ്ങളുടെ വിജയമാണ് എന്നും ഇറാൻ അവകാശപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ നീട്ടുകയാണ് എന്ന് പ്രഖ്യാപിച്ചത്. പുതിയ തീയതി പോലും പുറത്തു പറയാതെയാണ് ട്രംപ് വെടിനിർത്തൽ നീട്ടിയത് എന്നതിനാൽ ഇത് നീളാനും സാധ്യതയുണ്ട്. അതിനിടയിൽ സമാധാന ചർച്ച പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. എന്നാൽ ഹോർമൂസിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് ആശങ്കയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇറാനെതിരെ അന്തിമ ആക്രമണത്തിന് തയ്യാറാണ് എന്ന് ഇസ്രയേൽ തുറന്നു പറഞ്ഞത് യുദ്ധം ഇനിയൊരു രാജ്യത്തിന്റെ നിയന്ത്രണത്തിൽ മാത്രമല്ല എന്ന യാഥാർത്ഥ്യം വ്യക്തമാക്കുകയാണ്. അമേരിക്കയുടെ കാത്തിരിക്കൂ എന്ന നിലപാടിനോട് പൊരുത്തപ്പെടാതെ സമയമായാൽ ആക്രമിക്കുമെന്ന സന്ദേശമാണ് ഇസ്രയേൽ നൽകാൻ ശ്രമിക്കുന്നത്. ഇതൊരു സൈനിക പ്രഖ്യാപനം മാത്രമല്ല, അമേരിക്കൻ നിയന്ത്രണത്തെ പോലും ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ നീക്കമാണ്. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി തുറന്നു പറഞ്ഞത് ഇറാനിലെ സുപ്രീം നേതൃ സംവിധാനത്തെ തന്നെ അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തങ്ങളെന്നത്. അതായത് ഒരു സാധാരണ പ്രതികാര ആക്രമണമല്ല അവർ ഉദ്ദേശിക്കുന്നത്, ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തെ തന്നെ ലക്ഷ്യമിടുന്ന നീക്കമാണ്. അത്തരമൊരു നീക്കം അമേരിക്കയുടെ നയതന്ത്ര ശ്രമങ്ങളെ പോലും പിന്നോട്ടടിക്കുന്ന തരത്തിലാണ്. ബെഞ്ചമിൻ നെതന്യാഹു നേതൃത്വം നൽകുന്ന ഇസ്രായേൽ സർക്കാർ സുരക്ഷയുടെ പേരിൽ കടുത്ത സൈനിക നടപടികൾക്ക് പിന്തുണ നൽകുമ്പോൾ അതിന്റെ ഫലങ്ങൾ എത്രത്തോളം വ്യാപകമാകുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഒരു യുദ്ധം നിയന്ത്രണാതീതമാകുമ്പോൾ അതിന്റെ ആഘാതം ഒരു രാജ്യത്തിനുള്ളിൽ മാത്രം ഒതുങ്ങില്ല, മിഡിൽ ഈസ്റ്റിന്റെ മുഴുവൻ സമതുലിതാവസ്ഥയും അത് തകർത്തേക്കും. ട്രംപ് ഒരു വശത്ത് ചർച്ചകളും സീസ് ഫയറും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഇസ്രായേൽ മറ്റൊരു വശത്ത് യുദ്ധം കൂടുതൽ രൂക്ഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ വിരുദ്ധ ദിശകളിലേക്കുള്ള നീക്കങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സ്വാധീനം കുറയുന്നുവെന്ന സൂചനയാണ് നൽകുന്നത്. മുൻപ് ഇസ്രയേൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചിരുന്നുവെന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ അതിന് വിരുദ്ധമാണ്. ഇത് ട്രംപിന്റെ നയതന്ത്ര പരാജയമായി തന്നെ കാണേണ്ട സാഹചര്യമാണോ എന്ന ചോദ്യവും ഇതോടെ ഉയരുകയാണ്. ഒരു ശക്തമായ സഖ്യരാജ്യമായ ഇസ്രയേൽ പോലും അമേരിക്കയുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയാൽ അതിന്റെ അർത്ഥം ലോകരാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ സ്വാധീനം കുറഞ്ഞു വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതേസമയം ഇസ്രയേലിന്റെ കടുത്ത നിലപാട് കൂടുതൽ അപകട സാധ്യതകളും സൃഷ്ടിക്കുന്നു. ഈ സാഹചര്യത്തിൽ ട്രംപ് എടുത്ത നിലപാട് കൂടുതൽ ദുർബലമാകുന്നുവെന്ന തോന്നൽ ശക്തമാകുന്നതിൽ അതിശയോക്തിയില്ല. യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന നേതാവായി അദ്ദേഹം അവതരിപ്പിച്ച ചിത്രം ഇപ്പോൾ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ തന്നെ സഖ്യരാജ്യം യുദ്ധം കൂടുതൽ വ്യാപിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഈ സംഭവ വികാസങ്ങൾ യുദ്ധം ഒരിക്കൽ ആരംഭിച്ചാൽ അത് ഒരാളുടെ നിയന്ത്രണത്തിൽ നിലനിർത്തുക വളരെ ബുദ്ധിമുട്ടാണ് എന്ന കാര്യം കൂടുതൽ വ്യക്തമാക്കുകയാണ്. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുന്നത് അതുതന്നെയാണ്. ട്രംപിന്റെ വാക്കുകൾക്കപ്പുറം യുദ്ധഭൂമിയിലെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ഇസ്രയേലിന്റെ പ്രതികാരഭാവവും സ്വാർത്ഥതയുമാണ്. തീരുമാനങ്ങൾ ഇപ്പോൾ അമേരിക്കയുടെ കൈവിട്ടു പോകുന്നു എന്നതാണ് ലോകം കാണുന്ന യാഥാർത്ഥ്യം.